കുറച്ച് ആളുകളുടെയൊക്കെ തന്നെ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവർക്ക് മറ്റെന്തെങ്കിലും ബന്ധം ഉള്ളവരാണോ സിനിമയുമായി ബന്ധപ്പെട്ടോ? ആ ഹോട്ടലിൽ വന്നുപോയ മറ്റ്20ഓളം പേരിൽ ചിലരുടെ പേര് വിവരങ്ങൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. അതിൽ ചിലർക്ക് സിനിമാ ബന്ധങ്ങളുണ്ട് എന്ന സൂചനകളുണ്ട്. ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന പേരുകൾ ഇതൊക്കെയാണ്: ബൈജു, അനൂപ്, ഡോൺ ലൂയിസ്, അരുൺ, അലോഷ്യ, സ്നേഹ, ടിപ്സൺ, അതോടൊപ്പം തന്നെ നവാസ്, രൂപ, പപ്പി. ഇത് കുറച്ചു പേരുടെ പേര് വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മൊത്തം 20ഓളം പേർ അവിടെ പല സമയങ്ങളിലായി വന്നു പോയിട്ടുണ്ട് എന്നത് പോലീസ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വന്നുപോയ 20 പേരുടെയും കൃത്യമായി അവരുടെ ചിത്രങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഈ പറയുന്ന ആളുകളിലേക്ക് എത്തണം. ഇവരെത്ര പേര് അവിടെ വന്നു? കാരണം ഈ പ്രധാനപ്പെട്ട കണ്ണി ഓംപ്രകാശാണ്. ഓംപ്രകാശ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മറ്റ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രകൾ അങ്ങനെ കൃത്യമായി മുന്നൊരുക്കത്തോടു കൂടിയാണ് പോലീസ് വലയിലാക്കുന്നത് ഓംപ്രകാശിനെ. എങ്കിൽ ഇനിയുള്ള ചോദ്യം ചെയ്യൽ വളരെ പ്രസക്തമാണ്. അതിന് പറ്റിയ രീതിയിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് മാറുമോ എന്നുള്ളതാണ്. കാരണം കസ്റ്റഡിയിൽ പോലീസിന് നൽകുമോ കോടതി എന്നതൊക്കെ ആശങ്കയെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടോ? അതല്ലാതെ സാധ്യമാകും എന്ന ഒരു ആത്മവിശ്വാസമുണ്ടോ അന്വേഷണ സംഘത്തിന്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓംപ്രകാശിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കാരണം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി, അതായത് ജാമ്യം ലഭിക്കാവുന്ന ക്വാണ്ടിറ്റി ലഹരി വസ്തു മാത്രമാണ് ഓംപ്രകാശിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. ഓംപ്രകാശിനെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ മരട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ ഓംപ്രകാശ് ഇതൊന്നും സമ്മതിക്കുന്നില്ല. തന്നെ കാണാൻ സിനിമാ താരങ്ങൾ വന്നു എന്നോ അല്ലെങ്കിൽ അവിടെ ഒരു ലഹരി പാർട്ടി നടന്നോ അക്കാര്യങ്ങളൊന്നും തന്നെ ഓംപ്രകാശ് സമ്മതിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ അവിടെ പോലീസിന്റെ കയ്യിലുണ്ട്. ഓംപ്രകാശുമായി ആരൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഓംപ്രകാശിനെ കാണാൻ മുറിയിലെത്തിയവരുടെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള മുഴുവൻ തെളിവുകളും ശേഖരിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ, അതായത് കോടതിയുടെ മുൻപിലേക്ക് എത്തിക്കുന്ന രേഖയിൽ തന്നെ പ്രയാഗ മാർട്ടിന്റെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും മറ്റു പലരുടെയും പേരുകൾ പോലീസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി അവിടെ നടന്നത് ഒരു ലഹരി പാർട്ടിയാണ് എന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നു. ആ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി ഈ സിനിമാ താരങ്ങളും അവിടെ എത്തിയിരുന്നോ എന്നതാണ് ഇനി ഉറപ്പിക്കേണ്ടത്. അതിലേക്ക് വേണ്ടിയാണ് പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി പോലീസ് പോകുന്നത്. പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമാ മേഖലയിൽ പലരുടെയും ലഹരി ഉപയോഗം സംബന്ധിച്ച പല വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് കൃത്യമായ തെളിവുകളോടുകൂടി അവിടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ പോലീസ് ഈ 2 യുവതാരങ്ങളുടെയും പേരെടുത്തു പറഞ്ഞ് കോടതിക്ക് മുന്നിലേക്ക് ഒരു റിമാൻഡ് റിപ്പോർട്ടുമായി പോകുന്നു എന്നതാണ് ഇതിൽ ഗൗരവപ്പെട്ട വസ്തുത എന്നത്. നേരത്തെ നിർമ്മാതാക്കളടക്കം സിനിമാ മേഖലയിലെ ഈ ലഹരി ഉപയോഗത്തിൽ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഈ സിനിമാ മേഖല മാത്രമല്ല ബിനിൽ, കാരണം നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇത്രയും പേജുകളുടെ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ചയാകുന്ന ഈ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ലഹരി എന്നൊരു പാർട്ട് ഒരു പക്ഷേ ഈ എല്ലാവരും ഈ സിനിമാ സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ അതിലേക്ക് ആഴത്തിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പോൾ അതിലുകൂടി ചർച്ചയ്ക്ക് വഴിവെക്കുന്ന, കാരണം ഒരു കോൺക്ലേവ് അടക്കം സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്നു, അവിടേക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് വരേണ്ടതല്ലേ? കാരണം സിനിമാ സെറ്റുകളിലേക്ക് ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘങ്ങൾക്ക് പോകാനൊക്കെയുള്ള പരിമിതി അറിയിച്ചതും തടയിട്ടതുമൊക്കെ തന്നെ ഈ സിനിമാ സംഘടനകൾ കൂടിയാണ്. അപ്പോൾ ഈ സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് 2 യുവതാരങ്ങൾ കൂടി ലഹരി മാഫിയയുടെ കണ്ണികളിലേക്ക് വരികയാണ്.